UDF പ്രതിനിധി സംഘം ഛത്തീസ്ഗഡിലെത്തിയിരുന്നവർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. NK പ്രേമചന്ദ്രൻ MP സംസാരിക്കും. അതിനെ സംബന്ധിച്ചൊന്നും ഞങ്ങൾ ഈ അവസരത്തിൽ പ്രതികരിക്കുന്നില്ല. ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു 4 പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു നിയമസഭാംഗവും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധി സംഘത്തിന് ജയിലിൽ കഴിയുന്ന കേരളത്തിൽ നിന്നുള്ള 2 കന്യാസ്ത്രീ സഹോദരിമാർ ജയിലിൽ അടക്കപ്പെട്ടവരെ കാണാനും കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള അവസരമില്ല. ഒരു നിയമസഭാംഗമോ ജനപ്രതിനിധിയോ അല്ലാത്ത BJPയുടെ നേതൃത്വത്തിലുള്ളവർക്ക് കാണാനുള്ള അവസരവും കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയമാണ്, നിഷേധാത്മകമായിട്ടുള്ള രാഷ്ട്രീയമാണ് ഈ കാര്യത്തിൽ കാണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ അരുൺ വോറ, അദ്ദേഹമാണ് ഈ പരിപാടികൾ ഇവിടെ കോർഡിനേറ്റ് ചെയ്ത്. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം അതിൻ്റെ നിജസ്ഥിതി പറയും. അതുകൊണ്ട് കാണാനുള്ള അനുമതി കിട്ടുമെന്നാണ് ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. അതിനുള്ള അതിശക്തമായ പ്രതിഷേധം ഈ കാര്യത്തിലുള്ള, കാരണം BJPയുടെ പ്രതിനിധി സംഘത്തിന് അനുമതി കൊടുക്കുകയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനപ്രതിനിധികൾ അടങ്ങുന്ന, അവരുടെ രക്തബന്ധുക്കൾ അടങ്ങുന്നവരുടെ ഡെലിഗേഷനെ സംബന്ധിച്ചിടത്തോളം കാണാൻ അനുവാദം കൊടുക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ കനത്ത രാഷ്ട്രീയ വിവേചനമാണ്, ജനാധിപത്യ ധ്വംസനമാണ്. അതിലുള്ള അതിശക്തമായ പ്രതിഷേധം കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പാർലമെന്റിൽ സ്പീക്കറുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും, നാളെ കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരും. അതിശക്തമായ പ്രതിഷേധം ഞങ്ങൾ പാർലമെന്റിൽ ഉയർത്തിക്കൊണ്ടുവരും. ഇവിടെ ഞങ്ങൾക്ക് കാണാൻ അനുമതി നിഷേധിച്ചത് ഈ സിസ്റ്റർമാരുടെ അറസ്റ്റിൽ കൂടുതൽ ദുരൂഹതയുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾക്ക് കാണാൻ അനുമതി നിഷേധിച്ചത് ഈ അറസ്റ്റിലും ഇവിടെ എടുത്തിരിക്കുന്ന നടപടിയിലും കൂടുതൽ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. കാരണം ഞങ്ങൾ പാർലമെന്റ് മെമ്പർമാരാണ്. നേരത്തെ പ്രേമൻ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഇവിടെ വരുമെന്നും ഞങ്ങൾക്ക് കാണാൻ അനുവദിക്കണമെന്നും ഞങ്ങളുടെ കൂടെ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട സിസ്റ്ററുടെ സഹോദരനുണ്ട് എന്നും അവിടുത്തെ ലോക്കൽ MLA ഉണ്ട് എന്നും ഞങ്ങൾ നേരത്തെ ജയിലർക്കും ബന്ധപ്പെട്ട അധികാരികൾക്കും ഞങ്ങൾ അറിവ് നൽകിയിരുന്നു. അതനുസരിച്ച് ബഹുമാന്യനായ 4 ടൈം MLA ആയിരിക്കുന്ന ഓറ ഈ ജയിൽ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് 12:30ക്കും 12:45 ഇടയ്ക്ക് ഇവിടെ വന്ന് കാണാൻ അനുമതി ലഭിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഇവിടെ നിന്നും ഇപ്പോൾ അനുമതി ലഭിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് BJPയുടെ ഒരു പ്രതിനിധി ഇവിടെ വന്ന് അകത്ത് പോയി ഇവിടെ ഈ സിസ്റ്റേഴ്സിനെ കണ്ടു. അപ്പൊ BJPയുടെ പ്രതിനിധിക്ക് ജയിലറെ കണ്ട് ഈ സിസ്റ്റേഴ്സിനെ കണ്ട് സംസാരിക്കാനുള്ള അനുമതി കൊടുക്കുകയും പാർലമെന്റ് മെമ്പർമാരായ ഞങ്ങൾക്ക് MLA ആയ ശ്രീ റോജി M. ജോണിന് ഈ സിസ്റ്ററിന്റെ സഹോദരനായ ബൈജുവിന് അനുമതി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ദുരൂഹതയാണ് ഇനി അന്വേഷിക്കേണ്ടത്. അപ്പൊ ഇത് മനഃപൂർവ്വമാണ്. ശരി, ഏതായാലും ഇപ്പോൾ ആ കന്യാസ്ത്രീകളെ കാണാൻ അനുമതി കിട്ടിയില്ല. UDF പ്രതിനിധി സംഘത്തിന് അതിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നു, വിമർശനം ഉന്നയിക്കുന്നു.